പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലും പറമ്പുകളിലും ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാണാനില്ല സംഭവം. ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ പരിപ്പും ഇതുമായിട്ട് നമ്മൾ തോരൻ വെക്കാം. വീട്ടിലേക്ക് പോകാം. കൂട്ടുകാർ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീര നമ്മൾ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനം വേണം. പച്ചമുളക് വേണം, സവോള വേണം, തേങ്ങ വേണം, പരിപ്പ് വേണം. ഇതെല്ലാം വേവിച്ച് വെച്ചേക്കണം. ഇനി നമ്മൾ ചേരി ചേർക്കുന്നത് മാത്രം കണ്ടു. ഓക്കെ, കിട്ടുന്നുണ്ടായിരുന്നു അവള് പറഞ്ഞു. സവോള അരിഞ്ഞോണ്ടിരിക്കുക. കുത്തി അരിയണം. തോന്നി ടേസ്റ്റ് വരാൻ വേണ്ടി ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ശകലം, കടുക്, മഞ്ഞൾപ്പൊടി. ഇതിപ്പോൾ നമ്മളിന്ന് വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി പാചകം നല്ലതാണ്. നമുക്ക് കരിയാപ്പില ഇടാം. നമുക്ക് വലിയ പുളിപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ പരിപ്പ് ഉപ്പിട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ടാം. ഇത് ചെറിയ തീയിൽ നിന്ന് ഒന്ന് ആവി നമുക്ക് നിറച്ച് വെക്കാം. 5 മിനിറ്റ്. അപ്പം ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി എത്ര വെന്തിരിക്കുക. ഇനി നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി നമുക്ക് ഇതിലിപ്പം ഇതൊക്കെ നല്ല നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് പരിപ്പില്ല. ഈ പരിപ്പ് ഒന്ന് പൊട്ടി വെച്ച് ചെറിയ ചീനി പൊട്ടി വെച്ച് ചെറുതായിട്ട് ആവി കയറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കുടഞ്ഞൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂട്ടുകാരെ, മണം അടിച്ചിട്ട് രക്ഷയില്ല കേട്ടോ. ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ, നമ്മുടെ വേലിച്ചീരയാണ്. വേലിച്ചീരയ്ക്ക് തന്നെ ഭയങ്കര ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. പണ്ടൊക്കെ ഒത്തിരി പോയി വീടുകളൊക്കെ വെച്ച സാധനമാണ്. ഇപ്പോൾ ഇതൊന്നും കാണാനേ ഇല്ല. അപ്പോൾ എല്ലാവരും വെട്ടി നശിപ്പിച്ച് ഉള്ള ചെടിയും പ്ലാന്റും ഇതെല്ലാം വെച്ച കാരണം നമുക്ക് കിട്ടാനേ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ഒരു മൂടെങ്കിലും വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം പിടിച്ചെടുത്താൽ നമുക്ക് തോരൻ കിട്ടും. ആഴ്ച ഒരു ദിവസം കണ്ടോ നമ്മുടെ ചീരത്തോരൻ റെഡിയായി. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് കാണാം.